മോദകം അല്ലെങ്കിൽ കുഴക്കട്ട നമ്മൾ പല രീതിയിൽ തയ്യാറാക്കും. ഉഴുന്ന് വെച്ചിട്ട് എരിവോട് കൂടിയ ഈ മോദകം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ല വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം സ്നാക്കായിട്ടോ നമുക്കിത് വിളമ്പാവുന്നതുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെള്ളം നന്നായിട്ട് വാലാൻ വെച്ചിട്ട് ഒരു തോർത്തിലോ കോട്ടൺ തുണിയിലോ ഇതുപോലെ പരത്തി വയ്ക്കുക. അരിയിലെ വെള്ളമയം മാറി നന്നായിട്ട് അത് ഉണങ്ങി കിട്ടുമ്പോൾ മിക്സിയിൽ പൊടിച്ച് നൈസായിട്ട് അരിച്ചെടുക്കുക. തരിതരിപ്പൊട്ടും ഇല്ലാത്ത അരിപ്പയാണ് എടുക്കുന്നത്. നന്നായിട്ട് അരിച്ചതിന് ശേഷം ബാക്കി വരുന്നത് അടുത്ത ബാച്ചിൽ ഇട്ട് കുറച്ചും കൂടെ അരിയിട്ട് പൊടിച്ച് ഇതുപോലെ അരിച്ചെടുക്കുക. അരിച്ച അരിപ്പൊടി നമുക്ക് വറുത്തെടുക്കാം. നല്ലോണം ചൂടായി അതിൽ ചെറിയ ചെറിയ ഉണ്ടകൾ തട്ടുന്ന ആ രീതിയിൽ വറുക്കണം. ആദ്യം വറുക്കുമ്പോൾ ആ വെള്ളമയം ഉള്ളത് കൊണ്ട് ഇച്ചിരി നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. നന്നായിട്ട് വറന്ന് വരുമ്പോൾ അത് അരിപ്പൊടി ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റും. ഒട്ടും തടസ്സവും ഇല്ലാതെ ആ രീതി വരെ അതിൻ്റെ അരിപ്പൊടിയുടെ നല്ല മണവും വരും. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ ഉണ്ടകൾ നന്നായിട്ട് കാണുന്നുണ്ട്. ആ സ്ഥലം വരെ നമുക്ക് വറുത്തെടുക്കുക. ഇല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ മുറിയാത്ത ലൈൻ ആയിരിക്കണം. അത് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഈ ഉണ്ടകൾ മാറ്റാനായിട്ട് നമ്മൾ അരിക്കേണ്ട, എല്ലാം കൂടെ ഒന്നും കൂടെ പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. മിക്സിയിലിട്ട് ഒരുമിച്ചങ്ങ് പൊടിച്ചെങ്കിൽ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി കിട്ടും. ഈ പൊടി വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ 6 മാസം വരെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ഇടിയപ്പത്തിനൊക്കെ ഇതേ പൊടി നമുക്ക് ഉപയോഗിച്ചാൽ മതി. തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അരിപ്പൊടി ഇടിയപ്പപ്പൊടി കടയിൽ നിന്ന് മേടിക്കും. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് ഉഴുന്ന് 1 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളം നന്നായിട്ട് വാർന്നെടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുത്തതിന് ശേഷം വെള്ളം വാർത്ത് ഉഴുന്ന് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തരിതരിപ്പോടെ കൂടെ ചതച്ചെടുക്കുക. സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മൾ വടക്കി അരയ്ക്കണത് പോലെ അരയ്ക്കേണ്ട, തരിതരിപ്പോടെ കൂടെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് ഇഡ്ഡലി തട്ടൊന്ന് എണ്ണ വെച്ച് തൂവിയെടുത്തിട്ട് ഈ അരച്ച പേസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി വയ്ക്കുക. കട്ടിയില്ലാണ്ട് പരത്തുകയാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും. എന്നിട്ട് അതിൽ 3 കുഴി ഇതുപോലെ വയ്ക്കുക. അത് എളുപ്പം വേകാനായിട്ടാണ്. നടുഭാഗം നമ്മൾ സാധാരണ ഇഡ്ഡലി വേവിക്കുന്നത് പോലെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവി കയറ്റി വേവിച്ചെടുക്കുക. ഒന്നുകിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഉതിർത്തെടുക്കുക, ഇല്ലെങ്കിൽ സ്പൂണ് കൊണ്ടും ഉപയോഗിക്കാം. ഉതിർത്തെടുത്തതിന് ശേഷം അത് നമുക്കൊരു താളിപ്പിൽ ഇട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അതിന് 1 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മണത്തിന് കായപ്പൊടിയും കൂടെ ഒന്ന് താളിച്ചിട്ട് ഉതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ മിശ്രിതം ഇട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് ഇളക്കുമ്പം ഈ തവി കൊണ്ട് തന്നെ അതൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് ഉതിർത്തെടുക്കുക. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് നല്ല ഉതിരുതിരായിട്ട് ഉഴുന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ നല്ലോണം ഉതിർത്തെടുത്തതിന് ശേഷം അതിലേക്ക് സ്വാദിനാവശ്യമുള്ള, തേങ്ങയ്ക്കൊന്നും അളവില്ല, അവരവർക്ക് ഇഷ്ടമുള്ള അളവിൽ തേങ്ങ ചേർക്കാം. ഇതിപ്പോൾ 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട് ചിരകിയ തേങ്ങയിട്ട് ഒരു 2 മിനിറ്റും കൂടെ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് മാവും കൂടെ തയ്യാറാക്കുന്ന സമയത്ത് ഇത് നല്ലോണം തണുത്ത് കിട്ടും.
അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1.5 കപ്പോളം മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളം, ഇപ്പോൾ 1 കപ്പിന് 1.25 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ആവശ്യമായിട്ട് വരും. അത് ഓരോരോ അരിപ്പൊടിയും ചിലതിന് വ്യത്യാസം വരും, ചിലത് കുറച്ച് മതി, ചിലത് കൂടുതൽ വേണ്ടി വരും. അതുപോലെ ശകലം ഒഴിച്ച് പൊടി ഒട്ടും ഇല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കുക. വെള്ളം കൂടാനും പാടില്ല. ആവശ്യത്തിന് ഇളക്കി വേണം നമുക്ക് വെള്ളം ചേർക്കാനായിട്ട്. എടുത്തതിൽ ശകലം വെള്ളം ബാക്കിയുണ്ട്. ഇതിൽ പൊടി ഒട്ടും ഇല്ലാതെ നമുക്ക് മാവ് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. അടച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. എങ്കിലും മാവ് നല്ല ചൂടായിരിക്കും. ആ ചൂടോടുകൂടെ തന്നെ നമുക്ക് നല്ലോണം അത് കുഴച്ചെടുത്തെങ്കിൽ നമുക്ക് കുഴക്കട്ട അല്ലെങ്കിൽ മോദകം തയ്യാറാക്കാനായിട്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല ചൂടായതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സിൽ ഇതുപോലെ വെച്ചാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുക്കാനും പറ്റും. അത് കഴിഞ്ഞ് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുത്ത് മാവൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. മാവ് തണുത്ത് വരുമ്പോൾ നമുക്ക് ഉഴുന്നിൻ്റെ ആ കൂട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് മോദകം തയ്യാറാക്കാം. കയ്യിൽ ശകലം ഒരു എണ്ണ ഇതുപോലെ തൂവിയിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവ് കയ്യിലെടുത്ത് കയ്യിൽ വെച്ച് ഒന്നും കൂടെ അതൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ വിരലുകൾ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് അകത്ത് ഉഴുന്നിൻ്റെ കൂട്ട് നിറച്ച് ഒരു പകുതിയായിട്ട് അതങ്ങ് അടച്ചാൽ മതി. പകുതി മൂണിൻ്റെ ആകൃതിയിൽ ചന്ദ്രക്കല പോലെ ഇതുപോലെ അടച്ചിട്ട് ഒന്നുകിൽ ഇതുപോലെ വേവിക്കുക, ഇല്ലെങ്കിൽ സൈഡിലൊരു ഡിസൈൻ കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കുക. ആദ്യം മടക്കിയതിന് ശേഷം ഒന്നും കൂടെ അത് മടക്കുമ്പം മാവിൽ ഒരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. ഇത് മാവായതുകൊണ്ട് നമുക്ക് സാധാരണ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിനേക്കാളും ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവിയേറ്റിയെടുക്കണം. ഈ ചന്ദ്രക്കല രീതിയിലല്ലാതെ ആണെങ്കിൽ സാധാരണ കുഴക്കട്ട നിറയ്ക്കുന്നത് പോലെ നമുക്ക് നിറച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ഒരു സർക്കിൾ പോലെ ആക്കിയിട്ട് മാവെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് കൂട്ടിയെടുത്ത് മുകളിലൊരു ചെറിയ ഗണപതിക്ക് വെക്കുന്നത് കൊണ്ട് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുക. ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഉഴുന്നിൻ്റെ മിശ്രിതം അകത്ത് നിറച്ച് ഒരു ഡിസൈൻ കൊടുത്ത് നമുക്ക് കുഴക്കട്ട തയ്യാറാക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ പ്രസ് ചെയ്ത് വെച്ചത് ഒന്ന് ചേർത്തെടുത്തിട്ട് മുകളിലൊന്ന് മാവ് കൂടി വരുമ്പം ഒന്ന് ഒരുമിച്ചതങ്ങ് ചേർത്ത് കറക്റ്റായിട്ട് സീൽ ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ വേവിച്ച് വരുമ്പം സൈഡിൽ കൂടെ വിണ്ട് വരുന്നതാണ്. അതുകൊണ്ട് ഈ സീൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് തന്നെ സീൽ ചെയ്ത് എടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെങ്കിൽ ഒരു വിളക്കിൻ്റെ ആകൃതിയിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബാക്കി കുറച്ച് മാവ് മൂന്നാമത്തെ രീതിയിൽ ചെറിയ ഉരുളകളാക്കി തന്നെ അതേ തട്ടിൽ നമുക്ക് ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇതുപോലെ 3 രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവി കയറ്റി എടുത്താൽ മതി. എല്ലാം വെന്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ആവി കയറ്റുന്നത് അത് വേവാനായിട്ടും മാത്രമാണ്. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്കത് ചെറിയതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടോടെ വിളമ്പാവുന്നതാണ്. ഇപ്പോൾ ഈ ചെറിയ ഉരുളകൾ വെച്ച് നമുക്ക് ആ ഫില്ലിംഗ് ഒന്നും കൂടെ ചീനച്ചട്ടിയിൽ ചൂടാക്കി ഈ ഉരുളകൾ ചേർത്ത് 2 മിനിറ്റ് ചൂടാക്കി എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് സെപ്പറേറ്റായിട്ട് അതും ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് വിളമ്പാം. ഏത് രീതിയിൽ വേണമെങ്കിലും
ഒന്നുകിൽ അകത്ത് നിറച്ച് വിളമ്പുന്നത് രീതിയിൽ ഇതുപോലെ വയ്ക്കുക, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത രീതിയിലാണ് അവസാനം കാണിച്ചത്. ഇത് ചതുർത്ഥിക്ക് നമ്മൾ നിവേദിക്കുന്ന കുഴക്കട്ടയാണ്. അല്ലാതെ ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് 4 മണി പലഹാരമായിട്ട് പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാം, ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് വിളമ്പാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് വിളമ്പാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.